ലക്ഷം ഷെയറിൽ നിങ്ങൾക്ക് 100 ലക്ഷം ഷെയർ ഞങ്ങൾ 1 ലക്ഷം ഷെയർ നിങ്ങൾക്ക് തരാം. ഒരിക്കലും ബ്ലാക്ക് റോക്ക് പൈസ മുടക്കിയിട്ട് ഒരു കമ്പനി ഇന്ന് വരെ ഏറ്റെടുത്ത ചരിത്രമില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. എല്ലാവരും ഓഫറായിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു ഞങ്ങളുടെ. കാരണം ബ്ലാക്ക് റോക്ക് ഏറ്റെടുക്കണമെങ്കിൽ കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഒരു കമ്പനി ഒരു ദിവസം രാവിലെ പോയി ഞാൻ ഇത്രയും പൈസ തരാം, ഞങ്ങൾ ഇത്ര ഷെയർ തരാം, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഒരിക്കലും ഏറ്റെടുക്കില്ല. അതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് പേൾവിൻ ഇന്റർനാഷണൽ. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട്, അതിന് വിലയില്ല. ബ്ലാക്ക് റോക്ക് ആരും സമീപിക്കുന്നില്ല. എന്തുകൊണ്ടാ? ബ്ലാക്കിന്റെ അടുത്ത് ഓഫറായിട്ട് അങ്ങോട്ട് പോകുന്നതാണ്. ഞങ്ങൾ ഇത്ര % നിങ്ങൾക്ക് തരാം, ഇത്ര % ഷെയർ നിങ്ങൾക്ക് തരാം, നിങ്ങൾ മാനേജ് ചെയ്ത് ഞങ്ങൾ ടോട്ടൽ ഷെയറിനെ വേറെ ലെവലിലേക്ക് എത്തിക്കണം. ബ്ലാക്ക് റോക്ക് ആ കമ്പനിയുടെ മാനേജ്മെന്റ് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ കോടാനുകോടി രൂപ ആ വിപണിയിലേക്ക് വരും. ഈ ഒരു ഘട്ടമാണ് പേൾവിൻ ഇന്റർനാഷണൽ സംഭവിക്കാമെന്ന് സുഹൃത്തുക്കളെ. പക്ഷെ ബ്ലാക്ക് റോക്ക് കോടാനുകോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയ കമ്പനിയാണെങ്കിൽ പേൾവിനും കോടാനുകോടി രൂപ മുടക്കിയിട്ടുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ അവരാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എന്തില്ല, അവരെ ഒരിക്കലും നമ്മളെ പോലത്തെ സാധാരണക്കാരൻ അവിടെ പോയി ആ പ്ലാറ്റ്ഫോമിൽ ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യാനുണ്ട്. കോടാനുകോടി ബ്ലാക്ക് റോക്ക് ചെയ്യുന്ന അതേ റോള് പേൾവിൻ ഇന്റർനാഷണൽ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കമ്പനിക്കാണ് റോളെങ്കിൽ ഇവിടെ വ്യക്തികൾക്കാണ് റോളെന്ന് മാത്രം. ഗോഡാഡി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അവരുടെ സ്പേസിലേക്ക് പോയി നമ്മൾ പല ആളുകളും വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ ആമസോണിന് സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് പോലും അവർ സെയിൽ ചെയ്യുന്നില്ല, ഉണ്ടാക്കുന്നില്ല, മാനുഫാക്ചർ ചെയ്യുന്നില്ല. അവരും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നു. നിങ്ങളുടെ പ്രൊഡക്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യാം, വില പറയാം, പ്രൊമോഷൻ ചെയ്യാം, നിങ്ങൾക്ക് വിൽക്കാം. ആമസോണിന് പൈസ കിട്ടുന്നു. നമുക്കറിയാം ആമസോണിന്റെ ഏറ്റവും വലിയ വിപണി നില ലാഭം അവരുടെ ഈ പ്ലാറ്റ്ഫോം സെയിൽ ചെയ്യുന്നതിലാണ്, അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിലല്ല. കേരള സർക്കാരിന്റെ പോലും പല പ്രസ്ഥാനങ്ങളും ഗവൺമെന്റിന്റെ പല കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് ആമസോണിന്റെ സെർവറിലാണ്. ഇതേപോലെ പ്രവർത്തിക്കുന്ന അവിടെ എല്ലാം കമ്പനികളോ ഗവൺമെന്റോ പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ പേൾവിൻ ഇന്റർനാഷണൽ വ്യക്തികൾക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നതുകൊണ്ട് അത് ചെറുതായിട്ട് ഒരിക്കലും കാണരുത്. അത് വലിയൊരു സംഭവമാണ്. പേൾവിനെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല. കാരണം ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഡിജിറ്റൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതിലൂടെ നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാം. ഒരാള് നാളെ ബ്ലാക്ക് റോക്കിനെ സമീപിക്കുന്ന പോലെ, ഒരു കമ്പനി സമീപിക്കുന്ന പോലെ ഭാവിയിൽ ഓരോ വ്യക്തികളും നമ്മളെയും സമീപിക്കും ഈ പ്ലാറ്റ്ഫോമിൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. അതാണ് പേൾവിൻ ഇന്റർനാഷണൽ. ഒരുപാട് ബെനിഫിറ്റിലാണ്. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും സർവീസുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാനേ പാടില്ല, കേൾക്കാനും പാടില്ല. കാരണം എന്താ, ഇത് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടൊരു പരിപാടി. പക്ഷെ ഒരു സർവീസ് സംബന്ധിച്ച സർവീസ്, പക്ഷെ ഡിജിറ്റൽ സർവീസ് പറയുമ്പോൾ അത് മാറും. ഉദാഹരണം, ഒരാൾ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ പറയാം. ഒരാൾ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കോടിക്കണക്കിന് രൂപ, അല്ലെങ്കിൽ 1 ലക്ഷം, 10 ലക്ഷം, 50 ലക്ഷം ഒരാൾ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് എന്തൊക്കെ തലവേദന ഉണ്ടാവും. നാളെ അളക്കാൻ പോകുന്ന സമയത്ത് അതിന്റെ ബൗണ്ടറിയിൽ എന്റെ സ്ഥലം കുറവാണെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ആൾ സമീപിക്കാം. അവിടെ പണ്ടൊരു വഴിയുണ്ടായിരുന്നു പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാം. ഈ സ്ഥലത്തിന്റെ മുമ്പത്തെ ആൾ ഞങ്ങളാന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാം. നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഒരു സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതായിട്ട് അറിയാം. പക്ഷെ ഡിജിറ്റൽ പ്രോഗ്രാമിലോ നിങ്ങളെ വാലറ്റിൽ ആരെങ്കിലും വന്നത് എന്റേതാന്ന് പറയോ? നിങ്ങൾ അവിടെ കിട്ടുന്ന വരുമാനം എന്റേതാന്ന് പറയോ? നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നാളെ വന്നിട്ട് ആൾക്കാർ മതിൽ കെട്ടുമോ? നാളെ ആൾക്കാർ വന്നിട്ട് അവിടെ കൃഷി ചെയ്യുമോ? നാളെ ആൾക്കാർ വന്നിട്ട് വേറെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുമോ? ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. നമ്മൾ മനസ്സിലാക്കണം. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ വേറെ ഒരാളെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാധനം. അങ്ങനെ ഒരു സാധനം ലോകത്തുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇപ്പോഴാണ് വന്നത്. പണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള നിരവധി ആളുകൾ അങ്ങനെ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് വലിയ രീതിയിൽ പ്രചാരത്തിൽ വന്നിരിക്കുന്നു. ആമസോൺ ആയിക്കോട്ടെ, ഗോഡാഡി ആയിക്കോട്ടെ, ബ്ലാക്ക് റോക്ക് ആയിക്കോട്ടെ, എല്ലാവരും ശ്രമിക്കുന്നത് ഇന്നൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കാനാണ്. ഗൂഗിളിൽ നമ്മൾ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിരിക്കുന്നത് എന്താ അറിയോ? യൂട്യൂബ്. ആളുകൾ എന്ത് ചെയ്യുന്നു? യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, ഹിറ്റാവുന്നു. പല ആൾ ഹിറ്റാവുന്നില്ല, ഒരുപാട് സമയം കളയുന്നു. ഗൂഗിളിനെ സംബന്ധിച്ചും യൂട്യൂബിനെ സംബന്ധിച്ചും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരുടെ പ്ലാറ്റ്ഫോമിൽ അവർ ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും യൂട്യൂബിൽ വീഡിയോ ഇടാം. പക്ഷെ അവരെ സംബന്ധിച്ചോ, ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് അത്രയും ഡാറ്റ അവരിലൂടെ ചെലവാകുന്നുണ്ട്. അതിന്റെ പൈസ തന്നെ വലിയൊരു പൈസ ആവും. അതാണ് ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പേൾവിൻ ഇന്റർനാഷണൽ. എന്തുകൊണ്ട് എന്നിട്ട് ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല?
എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്ന വെച്ചാൽ അങ്ങനെ മനസ്സിലാവില്ല. കാരണം ഇതൊരു പുതിയ ട്രെൻഡായിട്ടുള്ള സാധനമാണ്, പെട്ടെന്ന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ക്രിപ്റ്റോ കറൻസി വന്നപ്പോ എത്ര ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ക്രിപ്റ്റോ കറൻസി ഒരു സത്യസന്ധമായിട്ട് ഏറ്റവും മുതൽ മുടക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇത്രയൊക്കെ അറിയാം. ആൾക്കാർ സംശയത്തോടെ ഇന്ന് നോക്കും. പക്ഷേ ഇതിൽ ഇറങ്ങിത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുതെ ഇതിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നിടത്തോളം കാലം അവരെ സംബന്ധിച്ച് പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഒരു സാലറി കിട്ടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഒരാൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് ഇപ്പൊ കിട്ടുന്ന സാലറി എത്ര, ഒരു സ്കൂളിലാണ് മാഷ്ക്ക് എത്രയാണ് ശമ്പളം, ഒരു നേഴ്സിന് ഗവൺമെന്റിന് ആയിക്കോട്ടെ ഒരു ഒരു പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എത്ര ശമ്പളം കിട്ടും, ഒരു ട്രഷറിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എത്രയാണ് ശമ്പളം, ഏത് മേഖല നിങ്ങൾ എടുത്ത് നോക്കിയോ. ഒരു IPS IAS ഓഫീസർമാരുടെ ബേസിക് സാലറി 2.5 ലക്ഷത്തിന് താഴെയാണ്. വേറെ ഒരുപാട് ഫെസിലിറ്റി അവർ കിട്ടുന്നുണ്ട്. പക്ഷെ അതിനെയും കാട്ടിയും കോടാനുകൂടി ഉണ്ടാക്കാൻ പറ്റുന്ന സ്പേസ് ആണ് ഡിജിറ്റൽ സ്പേസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ജീവിതം മാറി മറിയുന്ന രീതിയിലേക്കാണ് സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ചെയിനിലെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞു. സിസ്റ്റത്തിന് നാളെ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യാൻ ഒരു തടസ്സമില്ല. കാരണം ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ അതിന്റെ ബ്ലോക്ക് ചെയിനകത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് 100% ശരിക്കും പറഞ്ഞാൽ പേൾവിന്റെ എത്രയും പെർഫെക്റ്റ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്ത കമ്പനികൾ വളരെ കുറച്ചാണ്, ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കാര്യങ്ങൾ പേൾവിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ആകെയുള്ള ഒരു പ്രശ്നം വിപണിയിലേക്ക് ഓപ്പൺ ചെയ്തില്ല, മാർക്കറ്റില് ട്രേഡിങ്ങിനായിട്ട് തുറന്നു കൊടുത്തില്ല മാത്രമാണ്. ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതോടുകൂടി ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ സക്സസ് കണ്ട് ആളുകൾ ഇതിലേക്ക് കടന്നു വരും. നമ്മൾ എടുക്കേണ്ടത് എന്താണ്? നമ്മൾ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ മാത്രമാണ്. നമ്മൾ എടുക്കേണ്ട തീരുമാനം ഈ ബിസിനസ് ശക്തമായി പ്രൊമോട്ട് ചെയ്യാനും ഈ ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനും ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നില്ല തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും വീക്കാണ്, നമുക്കറിയാം. നമ്മുടെ സ്വന്തം ലൈഫിൽ പണത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നില്ല, പണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല, മറ്റ് ഒരുപാട് ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല, നമ്മൾ നിരന്തരമായിട്ട് ഒരുപാട് ഡിസിഷൻ ഒരു ദിവസം എടുക്കുന്നുണ്ട്. രാവിലെ നടക്കാൻ ഇറങ്ങുന്നത് പലപ്പോഴും നമ്മൾ തീരുമാനിക്കും രാവിലെ 5:30 മുതൽ 6:30 മണി വരെ നമ്മൾ നടക്കും. എത്രയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ രാത്രി 8:30 മണിക്ക് ശേഷം രാത്രി ഭക്ഷണം കഴിക്കില്ല, തീരുമാനം എടുക്കും. എത്ര ആൾക്കത് സാധിക്കുന്നുണ്ട്? ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കണം. നമ്മൾ സ്വന്തം ചിന്തിച്ച് നോക്കണം. ഞാനൊരു തീരുമാനം എടുത്താൽ കൺസിസ്റ്റന്റ് ആയിട്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് എനിക്ക് അത് ചെയ്ത് മുമ്പിലോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നിസാരമായിട്ട് ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് പിന്നീട് ഞാൻ അതേ സ്ഥലത്ത് വെക്കും തീരുമാനിച്ചാൽ പോലും ചിലപ്പോൾ വെക്കാൻ പറ്റണമെന്നില്ല. കാരണം എന്താ? നമ്മളെ മനസ്സിൽ ശീലം കൊണ്ടുവന്നിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം. വേൾഡ് ഇന്റർനാഷണലിലെ പ്രശ്നമില്ല, വിപണിയിലെ പ്രശ്നമില്ല, പ്രശ്നം നമ്മളതാണ്. കാരണം എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അങ്ങനെ എന്തുകൊണ്ട്? അതുകൊണ്ടാണ് നമുക്ക് ചെറിയ ചെറിയ ഡിസിഷൻ എടുത്തിട്ട് നമുക്കത് മുടങ്ങിപ്പോകുന്നത്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന തീരുമാനിച്ച ഒരു കാര്യവും നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത നിരവധി ആളുകളുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് അറിയാഞ്ഞിട്ടല്ല. സിഗരറ്റ് വലിക്കുന്ന പല ആളും നിർത്തുന്നുണ്ട്. എല്ലാ വർഷാവസാനം തീരുമാനിക്കും, ഇനി ഞാൻ സിഗരറ്റ് വലിക്കില്ല. ഒരു വർഷം വീട്ടിലുള്ള മെമ്പേഴ്സിനെല്ലാം വാക്ക് കൊടുക്കും. സിനിമക്ക് പോയി തിരിച്ചു വരും, മഴ വരുമ്പോൾ ഒരു തീരുമാനം എടുക്കും, ഞാൻ അടുത്ത വർഷം ഇതേ സമയമാകുമ്പോഴേക്കും ഞാനൊരു മഴവല്ലാതെ പോകാൻ പറ്റുന്ന ഒരു ചെറിയ കാർ എടുക്കണമെന്ന് തീരുമാനിക്കും. മഴ മാറി വെയിൽ വരുമ്പോഴോ ഇതങ്ങ് മറക്കും. പിന്നീട് എന്താവും? അടുത്ത വർഷം മഴ വരുമ്പോൾ വീണ്ടും ഓർമ്മിക്കും. ഇതാണ് മനുഷ്യൻ സക്സസ് ആവാതിരിക്കാനുള്ള കാര്യം. സ്മോൾ ഡിസിഷൻ എടുത്ത് അതിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വലിയ വലിയ ടീമുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവുമോ? അവിടെയാണ് നമ്മുടെ ചലഞ്ച്. അവിടെയാണ് നമ്മുടെ കൂട്ടായ പ്രവർത്തനം ആവശ്യമുള്ളത്. അവിടെയാണ് നമ്മുടെ സക്സസ് നിൽക്കുന്നത്. കാരണം അശോകൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നതും ആ ഡിസിഷനിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് കൂടുതലും ബാധിക്കില്ല. കാരണം അറിയോ, ഇതൊരു ടീമിന്റെ തീരുമാനമാണ്, ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല നമ്മൾ എടുക്കുന്നത്. മെറ്റാ ആർമി എന്ന് പറയുന്നത് ഒരു ടീമാണ്. അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും മെറ്റാ ആർമിന്റെ ടീമാണ്. അതിൽ അശോകനോ ഒരു വ്യക്തിക്കോ പ്രധാനം ഇല്ല.
അതാണ് ഇതിന്റെ സക്സസിന്റെ പ്രധാന കാരണം. ഡിജിറ്റൽ മാത്രമല്ല, നമ്മൾ ടീമായി നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് ഇത്രയും വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഏറ്റവും പ്രൗഡ് ആവുന്നത് നമ്മുടെ ടീമിലെ മെമ്പേഴ്സിനെ കുറിച്ചിട്ടും നമ്മളെ ലീഡേഴ്സിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിന് എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളിവിടെ അതിനൊരു സൊല്യൂഷൻ എന്താണെന്നറിയോ? ടീമിന്റെ ഭാഗമായിട്ട് മാറുക. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മൾ ആ ഡിസിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. എന്താണ് എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യുമ്പോഴുള്ള പ്രശ്നം? എല്ലാവർക്കും എന്താ പ്രശ്നം? അവർക്കായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ 8 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഡിസിഷൻ എടുത്തിരിക്കുന്ന ആളാണ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ആ സ്ഥാപനമാണ്. ആ തീരുമാനം അദ്ദേഹത്തിന് വിട്ടുകൊടുത്താലോ? അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തോ? ഇല്ല. അതുപോലെ ഈ ഓർഗനൈസേഷൻ പവർഫുൾ ആയിട്ട് തീരുമാനങ്ങൾ എടുക്കും, അത് നടപ്പിലാക്കും. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഓരോ തീരുമാനം എടുക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഒരിക്കലും ഒരു വ്യക്തിയെ ബന്ധപ്പെട്ടിട്ടോ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടോ അല്ല. ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കമ്പനികളും പ്രസ്ഥാനങ്ങളും വിജയിച്ചിരിക്കുന്നത് ഇമോഷണൽ ഡിസിഷന്റെ മുകളിലല്ല. ഒരു കമ്പനിയും വിജയിച്ചിട്ടില്ല. ലോകത്ത് ഇമോഷണൽ തീരുമാനം എടുത്ത എല്ലാ കമ്പനികളും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നീട് ഏത് രീതിയിലുള്ള ഡിസിഷൻ എടുക്കേണ്ടത്? ഡാറ്റ ബേസ്ഡ് ഡിസിഷൻ എന്ന് പറയും. ഡാറ്റ സംസാരിക്കും, ഡാറ്റയ്ക്ക് സൂട്ടായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. എല്ലാം തീരുമാനിക്കുന്നത് ഡാറ്റ ബേസ്ഡ് ആണ്. വേൾഡ് ഇന്റർനാഷണല് എല്ലാ വ്യക്തികളും സക്സസ് ആയിട്ടില്ല. എന്നെക്കാട്ട് സീനിയർ ആയിട്ട് ഒരുപാട് ആളുകൾ വേൾഡ് ഇന്റർനാഷണൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ടീമുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഗ്രൂപ്പ് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ കാരണം നമ്മളിവിടെ എടുക്കുന്ന തീരുമാനങ്ങളും വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഡാറ്റ ബേസ്ഡ് തീരുമാനങ്ങളാണ്. എല്ലാം നമ്മുടെ റെക്കോർഡുകൾ പറയുന്ന തീരുമാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മുതൽ പറയുന്നത്, സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കണം. ഒരു മീറ്റിംഗ് പോലും ഒഴിവാക്കാൻ പാടില്ല. കാരണം മീറ്റിംഗിൽ അറ്റൻഡൻസിന് ഒരു ഡാറ്റ ഉണ്ട്. ആ ഡാറ്റ സംസാരിക്കണം. നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കണം, നമുക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കണം. എല്ലാ ഫിസിക്കൽ മീറ്റിംഗിൽ പങ്കെടുക്കണം. ഫിസിക്കൽ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഡാറ്റയുടെ ഭാഗമാകും. അദ്ദേഹത്തിന് റെക്കഗ്നേഷൻ കിട്ടും. എവിടെന്നാ? മെറ്റാ ആർമിയിൽ നിന്ന് കിട്ടും. അശോകന്റെ അടുത്തുനിന്നല്ല, ജനാർദ്ദൻ ബാബു സാറിന്റെ അടുത്തല്ല, സുനീഷ് എടപ്പാൾ സാറിന്റെയോ ഷാജി സാറിന്റെ മനീഷ് സാറിന്റെയോ ലക്ഷ്മിടത്തിന്റെ അടുത്തല്ല. കിട്ടുന്നത് മെറ്റാ ആർമിയുടെ ഡാറ്റയിൽ നിന്നാണ് കിട്ടുന്നത്. അവിടെയാണ് കഥ പറയുന്നത്, ആ വ്യക്തിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് മെറ്റാ ആർമിക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ മുഴുവനും ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഇനി അടുത്ത മെറ്റാക്രാറ്റ് എത്ര നാളുണ്ടാവും സാറേ? തീർച്ചയായിട്ടും അശോകൻ അതിനെ കുറിച്ച് ആൻസർ പറയാനില്ല. അത് സംസാരിക്കുന്നത് മെറ്റാ ആർമിയുടെ ഡാറ്റയാണ്. എത്ര ദിവസം കൊണ്ടുപോകണം, എത്ര ആളുകളെ കൊണ്ടുപോകണം, ഇതിനെ മാറ്റം വരുത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തിലെ എല്ലാ കമ്പനികളും ചെയ്യുന്നത് ഡാറ്റാബേസിലാണ്. അതുകൊണ്ട് തന്നെ മെറ്റാ ആർമി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെ നയിക്കുന്നത് 1,500 കമ്പനികളെ സക്സസ്ഫുൾ ആക്കി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡാറ്റാ ബേസ്ഡ് ഡിസിഷനിലൂടെയാണ് പോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇന്ന് എനിക്ക് സ്പെഷ്യൽ സന്തോഷമുള്ള ദിവസമാണ്. കാരണം കണ്ണൂരിന്റെ ഗ്രേറ്റ് ലീഡേഴ്സ്, നമ്മുടെ മെറ്റാക്രാറ്റ് മനീഷ് സാർ ആൻഡ് മെറ്റാക്രാറ്റ് ഷാജി സാറും ഞങ്ങൾ ഒന്നിച്ചാണ് ഇന്ന് അഹമ്മദാബാദിൽ ഗുജറാത്തിലുള്ളത്. ഇന്നലെ രാത്രി 8:30 മണിക്ക് അവർ വന്നു, അവിടുന്ന് എയർപോർട്ടിൽ വന്നു. ഇത് ഫുൾ ടൈം ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മെറ്റാ ആർമിയായിട്ട് ബന്ധപ്പെട്ട, ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്ത്. ഞങ്ങൾ പുറത്ത് എന്തെങ്കിലും ലെഷറായിട്ടുള്ള ഒരു പ്രോഗ്രാമിന് നമ്മൾ പോയിട്ടില്ല. ഫുൾ ഡേ ഈ പ്രോഗ്രാമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു. ഇതൊക്കെ ഞങ്ങൾ മെറ്റാ ആർമിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മെറ്റാ ആർമീനെ ആരൊക്കെ ചേർത്ത് നിൽക്കുന്നുണ്ടോ, ഈ പറയുന്ന പ്രോഗ്രാമിൽ എത്ര ആളുകൾ പങ്കെടുക്കുന്നുണ്ടോ, ഈ പ്രോഗ്രാമിൽ എത്ര ആളുകൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ, എത്ര ആളുകൾ ഡയറക്റ്റ് ആളുകൾ ടീം ഉണ്ടാക്കുന്നുണ്ടോ, ഇതൊക്കെ ഡാറ്റ സംസാരിക്കും. അവർക്ക് സ്പെഷ്യൽ പരിഗണന മെറ്റാ ആർമി കൊടുക്കുന്നുണ്ടാവും. പല ആൾക്കാരും ധരിക്കുന്നത്, സാറേ മീറ്റിംഗ് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു പറയാ, സാറേ മീറ്റിംഗിൽ സംസാരിച്ചതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ചില ആള് പറയാന്ന് ഒരുപാട് സ്മെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സ്റ്റേക്കിംഗ്, എന്റെ ലീഡർക്ക് സ്റ്റേക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഷേക്കിംഗ് എന്നാണ്. സാറേ ഷേക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ്
അദ്ദേഹം ബിസിനസിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ഷേക്കിങ്ങും ഫാമിങ്ങും. വേറൊരാൾ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് മെറ്റാക്രാഫ്റ്റ് എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല, അദ്ദേഹം പറയുന്നത് മെറ്റാക്രാഫ്റ്റ് എന്നാണ്. ഇവിടെ സ്പെല്ലിങ്ങിനൊന്നും ഒരു ചാൻസും ഇല്ല. പണ്ട് ഒരു കഥയിൽ വായിച്ചിട്ടുണ്ട്, ഒരാള് ഓൺലൈനിൽ റോൾസ് റോയ്സ് വാങ്ങിക്കുന്നു പറഞ്ഞ് എഴുതി, പക്ഷെ റോൾസ് റോയ്സിന്റെ സ്പെല്ലിംഗ് ഒക്കെ മിസ്റ്റേക്ക് ആയിരുന്നു. അദ്ദേഹം തിരിച്ച് ഈ അനൗൺസ് ചെയ്ത ആള് വിളിച്ചു ചോദിക്കുന്നു, സാറേ റോൾസ് റോയ്സ് എന്ന് പോലും താങ്കൾക്ക് എഴുതാൻ അറിയില്ല, പിന്നെ നിങ്ങളെ റോൾസ് റോയ്സ്, അത് നിങ്ങൾ എഴുതി പഠിച്ചോ, ആറ് ഞാൻ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇതിനൊന്നും ഒരു സാധ്യതയില്ല. ഒരു ഒരു എന്താ പറയണ്ട, ഇതൊന്നും ഒരു നമ്മുടെ സക്സസ്സുമായിട്ട് ബന്ധപ്പെട്ട ക്രൈറ്റീരിയയിൽ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ടീമിനോടൊപ്പം നിന്ന് ബിസിനസ്സിൽ 100% സ്റ്റിക്ക് ഓൺ ചെയ്ത് മാക്സിമം പെർഫോമൻസ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ വലിയ സാധ്യതയുണ്ട്. അവിടെയാണ് മെറ്റാ ആർമിയുടെ പവർ. ഇവിടെ ക്വാളിഫിക്കേഷൻ നോക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മെറ്റാ ആർമി പറയുന്ന പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടാണ്, അല്ലാണ്ട് എഡ്യൂക്കേഷൻ ബേസ്ഡ് അല്ല. സ്കൂളിൽ പോയോ, സംസാരിക്കാൻ കഴിവുണ്ടോ, സംസാരിക്കാൻ കഴിവില്ലേ? നമുക്കറിയാം, മിനാന്ന് സംസാരിച്ച മേഡത്തിന് നടന്നു പോകാൻ പറ്റൂല. പാലക്കാടിന്റെ ഗ്രേറ്റ് ലീഡറുള്ള കോമളവല്ലി മേഡം വീട്ടിലിരുന്നുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട്. അവർ സ്പോൺസർ ചെയ്ത ഒരാൾ പോലും എന്നോട് പറഞ്ഞിട്ടില്ല മേഡത്തിന് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് താഴെ പണിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഒന്നും ഒരു സാധ്യതയില്ല. ഇവിടെ പേൾവിൻ ഇന്റർനാഷണൽ നമ്മളൊന്നിച്ച് 4.5 വർഷം 3.5 വർഷം 5 വർഷമായിട്ട് വന്ന ആളുകളെല്ലാം ഇന്ന് ഒരു ഗസറ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥം വാങ്ങിക്കുന്നതിൽ കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ആളുകളാണ്. അവിടെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും, ഇവർക്കൊക്കെ പല പല മിസ്റ്റേക്കുള്ളവരാണ്. പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ആരും നമ്മളെ ഗ്രൂപ്പിലില്ല. വളരെ സാധാരണക്കാരായിട്ട് ആൾക്കാർ. ഇംഗ്ലീഷ് കൃത്യമായി വായിക്കാൻ അറിയില്ല, സ്പെല്ലിങ് തെറ്റുണ്ടാവും, മിസ്റ്റേക്കുകൾ ഇഷ്ടം പോലെ വരും. പക്ഷെ ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം നമ്മൾ ഇവിടെ ആളുകളല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, അപ്ലൈൻ അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് 100% ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്, ഡിജിറ്റൽ വാലറ്റാണ്. ഇത് നമ്മൾ ശരിയായ രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ സാധ്യതയുണ്ട്. അവിടെ എന്ത് ചെയ്യണം, നമുക്കൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യണം. 2.5 ലക്ഷം റുപ്യ ഒരു IPS IAS ഉദ്യോഗസ്ഥൻ വാങ്ങിക്കുന്നതിൽ കൂടുതൽ വരുമാനം വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻസ്. നമുക്ക് അർജൻസി ഇല്ലെങ്കിലോ നമ്മുടെ ബിസിനസ്സും അതുപോലെ തന്നെ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എത്രയാണ്? ഒരു പുതിയ ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് മിനിമം 20,000 രൂപ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 രൂപ ഇല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ പോലും പേൾവിൻ ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താ, ഒരു 4 or 5 ആൾക്കാരെ കൊണ്ടുവന്ന് ചെറിയ ഫണ്ടിങ്ങിൽ കൂടെ സ്റ്റാർട്ട് ചെയ്ത് കമ്മീഷൻ വാങ്ങിച്ച് ഫാമിങ് ചെയ്യാം, ചെറിയതിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിന് എന്ത് വേണം? തീർച്ചയായിട്ടും ഒരു കാര്യം വേണം. എന്താണ്? വേറെ ഒന്നുമല്ല, ഒരു അർജൻസി ഉണ്ടാവണം.